ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയത് പുട്ടായിരുന്നു കേട്ടോ. കുറച്ച് ബെല്ലവും തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ടാക്കിയ പുട്ടിലോട്ട് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തു. കുട്ടികൾ അതും കഴിച്ച് സ്കൂളിലോട്ട് പോയി. കുഞ്ഞിപ്പെണ്ണ് നഴ്സറിയിലോട്ടും പോയി കേട്ടോ. അതിനുശേഷം നല്ല നെല്ലിക്ക ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകി അത് തുടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഉപ്പ് ചേർത്തിട്ട് തിളപ്പിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. നെല്ലിക്ക നന്നായിട്ട് വരഞ്ഞെടുത്തിട്ട് ആ ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തണുക്കുന്ന വരെ കാത്തിരുന്നിട്ട് അതിനെ ചില്ല് ഭരണിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നല്ല കാന്താരി നന്നായിട്ട് നടുവേ കയറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നാളെ നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് കേട്ടോ. അതിന് ശേഷം മീൻകറി ഉണ്ടാക്കി മീൻ വറുക്കാൻ വേണ്ടിയിട്ടും ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടാണ് നഴ്സറിയിൽ പോയി കൊച്ചിനെയും കൂട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കേട്ടോ. എൻ്റെ കസിൻ ബ്രദർ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പോയത്. അവനിപ്പോൾ UK-യിലാണ് കേട്ടോ ജോലി എടുക്കുന്നത്. അപ്പം നാട്ടിലോട്ട് വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ്. കുറേ നാളായി നമ്മൾ ഗവൺമെൻറ് കണ്ടിട്ട് കേട്ടോ. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് പിന്നെ പോയത് ഞങ്ങൾ പപ്പയുടെ കളറയുടെ അടുത്താണ് കേട്ടോ. പപ്പ മരിച്ചിട്ട് ഇപ്പം 4 വർഷം ആവാറാവുന്നു. അപ്പോൾ പപ്പേനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ രാത്രി അനിയത്തി വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. പിന്നെ അവളുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെല്ലാവരും ചേർത്തിട്ട് ഞങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഫുഡ് കോർട്ടിലാണ് കേട്ടോ പോയത്. എനിക്ക് വീട്ടിൽ പോയിട്ട് ചോറും മീൻകറിയും മതി എന്നാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.